ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു ഉണക്ക് ചെമ്മീൻ്റെ കറിയായിട്ടാണ്. അതിനു വേണ്ടി ഞാനിതാ കുറച്ച് ഉണക്ക് എടുത്തെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടെടുത്ത സാധനങ്ങൾ ഒരു ചെറിയൊരു മാങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാമാണ്. അതിന് വേണ്ടിയിട്ട് തേങ്ങ, മുളകെല്ലാം ചേർത്ത് ജീരകവും ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വറവ് കറിയെല്ലാം ആയിക്കഴിഞ്ഞാൽ വറവിടാനുള്ള ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളിയാണ് ഇനി മുറിച്ചിട്ടിട്ട് വറുത്തിടുക. അപ്പോൾ നമുക്ക് കറി വെക്കാനുള്ള തയ്യാറെടുപ്പ് നടത്താം. ഇപ്പോൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഞാൻ കഴുകിയിട്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഉള്ളി, മാങ്ങ, പച്ചമുളക് ഇതെല്ലാം എടുത്തിടുന്നുണ്ട്. പച്ചമുളക്, ഇഞ്ചി, എന്നിട്ട് ആവശ്യത്തിന് അത് വേവാനുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. മാങ്ങയെല്ലാം വേവാനുള്ള വെള്ളം ഒഴിച്ച് അപ്പം അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള കറിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ഇട്ടു. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഇതിനെ ഒന്ന് അടുപ്പത്ത് വെക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പത്ത് വെക്കാം. അത് അടച്ച് വെച്ചിട്ട് വേണം, എന്നാൽ മാത്രമേ രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് അടച്ച് വെക്കാം. അടക്കുന്ന മൂടി എടുത്തിട്ട് വരുന്നു ഞാൻ. മൂടി ഇവിടെ കരുതി നോക്കുമ്പോൾ കാണുന്നില്ല. എവിടെയൊക്കെയോ എടുത്തുകൊണ്ട് അടച്ചു. ഞാൻ തന്നെ കൈകാര്യം ചെയ്യുന്നു, എന്നാലും കാണുന്നില്ല. ചില സമയം നോക്കുമ്പോൾ ഒന്നും കാണില്ല. അപ്പോൾ അതല്ലേ അടച്ചു വെക്കാം നമുക്ക്. അതാവുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചെമ്മീനെ ഒന്ന് വറക്കാം. നിങ്ങൾ കാണുമോയെന്നറിയില്ല വറക്കുന്നത്. നോക്കി നോക്കാം കാണുന്നുണ്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ക്യാമറയിൽ ഇങ്ങോട്ട് പിടിക്കാം. കാണുന്നുണ്ട് ഗൈസ് നിങ്ങൾ ഞാൻ വറക്കാൻ നോക്കുന്നത്? ഒരു മിനിറ്റ്. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ നിങ്ങൾ? ചെമ്മീൻ വറുക്കുന്നതാണ് ഇത്. നല്ല അടിപൊളിയായിട്ട് കറിയാകുമ്പോഴത്തേക്ക് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പൊടിച്ചിട്ട് എടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ഞാൻ ഇളക്കി കൊടുക്കാം. അപ്പം ഞാനിത് ഇളക്കി കൊടുക്കുന്നുണ്ട്. കറി ഇവിടുന്ന് അങ്ങനെ ആവുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ. ചെമ്മീൻ വറുക്കുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് വറുത്തിട്ട് തണിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം പൊടിഞ്ഞ് കിട്ടുന്നത്. എന്നിട്ട് അതാണ് നമ്മൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഈ മാങ്ങയെല്ലാം വെന്തിട്ടാകുമ്പോൾ ഇടാം, കറിയെല്ലാം തേങ്ങയെല്ലാം കലക്കി ഒഴിച്ചതിൻ്റെ ശേഷവും ഇടാം. എങ്ങനെയായാലും വിരോധമില്ല.
ആയിക്കോളും, ഇല്ലേ പിന്നെ കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം. ഇതാ ഗൈസ്, കണ്ടല്ലോ, ഞാൻ വറുത്തെടുത്തത് കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തണിയട്ടെ, അപ്പോഴത്തേക്ക് നമ്മളെ കറി നമുക്ക് നോക്കാം. ഇപ്പോൾ ഗൈസ് ഇത് തണിഞ്ഞിട്ടുണ്ട്, നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഒച്ച കേൾക്കുന്നുണ്ട്, നിങ്ങൾ നല്ല വറുത്തിട്ട് നല്ല ഇതായതുകൊണ്ടാണ് ഈ ഒച്ച വരുന്നത്. കുറേശ്ശെ ചെമ്മീനൊന്ന് കഴിക്കാനും പാടില്ല കറീൻ്റെ അകത്ത്. അപ്പോൾ എല്ലാം ഞാൻ പൊടിക്കുന്നില്ല, കുറച്ച് മാത്രം, അത് രുചി വരാൻ വേണ്ടിയിട്ട് ഇതാണ്. ഗൈസ് ഇങ്ങനെയാണ് ഉള്ളത്, കുറച്ച് പൊടിച്ചിട്ട് കുറച്ച് ഇങ്ങനെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട്. നമുക്കിനി കറിയൊന്ന് നോക്കി നോക്കാം. എന്തിനോ നോക്കട്ടെ. മാങ്ങയെല്ലാം നല്ലോണം ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ മാങ്ങേൻ്റെ പുളിയെല്ലാം നല്ല അടിപൊളിയായിട്ട് അതിന് പിടിക്കുമല്ലോ. അപ്പോൾ ഇതാ ഏകദേശം നല്ല അടിപൊളിയായിട്ട് മാങ്ങയും വെന്തിട്ടുണ്ട്. അടിപൊളി ചെമ്മീൻ കറിയാണ്, ഉണക്കച്ചെമ്മീൻ കറി. ഓരോരുത്തർ വെക്കുന്ന പല പല രീതിയിലായിരിക്കും. നമ്മൾ വെക്കുന്ന പോലെ ആയിരിക്കില്ല ചിലവർ വെക്കുന്നുണ്ടാവുക. പല നാട്ടിലും പല രീതിയിലല്ലേ, എല്ലാ കറികൾക്കും അത് മാറ്റം ഉണ്ടാവും. അപ്പം നമ്മൾ വെക്കുന്ന കറിക്ക് നമ്മളതായ മാറ്റം ഉണ്ടാവും. അപ്പം ഞാൻ തേങ്ങ അരച്ച് കരിവേപ്പിലയെല്ലാം ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. കുറച്ചുകൂടി വെള്ളം വേണം, അധികം വെള്ളമാക്കുന്നില്ല, നല്ല ഇത്രയും വെള്ളം. അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാം. അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ വറുത്തത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ചെമ്മീൻ വറുത്ത ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, കണ്ടില്ലേ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെമ്മീൻ കറി വെക്കുന്നത്. വാങ്ങി വെച്ചിട്ടും ആ വറുത്തിട്ട സാധനം ഇട്ടു തിളച്ചതിന് ശേഷം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തിട്ട് കൊടുക്കാം, കറി വാങ്ങി വെച്ചിട്ട്. തിളക്കുന്ന കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ കറി വാങ്ങുന്നുണ്ട്, കറി വാങ്ങി വെച്ചു. ഇനി നമുക്ക് വറവ് ഇടാം. കടുക് ഇടുന്നില്ല ഞാൻ, ഉള്ളി മാത്രമാണ് വറുത്തിടുന്നത്. നമ്മൾ കടുക് വറുത്തിടലില്ല, ഉള്ളിയാണ് വറുത്തിടുന്നത്. അപ്പോൾ കാഞ്ഞ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക്
ഒഴിച്ചു കൊടുക്കാം. ഉള്ളി നല്ലോണം ചുവന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കാം. കായുന്നുണ്ട്. ഉള്ളിയെ എനിക്കെന്നായി ചോക്കാൻ ഇത്രയും മതി. അപ്പോൾ ഇത് ചോന്ന് വരുന്നുണ്ട് ഗൈസ്. നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ചൂടാണ്. അടുക്കളയിലൊന്നും നിന്നൂടെ ചൂടെടുത്ത് കറിയെല്ലാം ആക്കുമ്പോഴത്തേക്ക് ഗ്യാസിൻ്റെ ചൂട് എല്ലാം കൊണ്ട് നല്ല ചൂടാണ്. എന്താ ചെയ്യുക? മഴയൊന്നും പെയ്യുന്നില്ലല്ലോ. മഴയെല്ലാം ഇങ്ങനെ കളിക്കുന്നില്ലാണ്ട് പെയ്യുന്നില്ല ഗൈസ്. ചോറ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് എൻ്റെ കറിയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇതാണ് എൻ്റെ ഉണക്കച്ചെമ്മീൻ കറി. മാങ്ങയിട്ട് വെച്ച ഉണക്കച്ചെമ്മീൻ കറി ഇതാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.